എല്ലാവർക്കും അറിയാം, കുമാരനാശാന്റെ മഹാകവി കുമാരനാശാന്റെ ദീപാർപ്പണം എന്ന ഒരു ചെറുകൃതിയാണ്. ആശാന്റെ ഈ ചെറുകൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രതിഭാ മാസികയിലാണ്. ആശാനായിരുന്നു അതിന്റെ പത്രാധിപരും. അത് 1919 സെപ്റ്റംബറിൽ കൊച്ചിയിലെ ചെറായി എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ദീപാർപ്പണം എന്ന ഈ കൃതിശകലം ആശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലാണ് ഉള്ളത്. മണിമാല, വനമാല ഇതാണ് മറ്റ് ലഘു കവിതാ സമാഹാരങ്ങൾ. വീണപൂവ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പുഷ്പവാടി പ്രസിദ്ധീകരിക്കാൻ 10 വർഷം എടുത്തു എന്നും വീണപൂവിന്റെ പുറംചട്ടയിൽ ഇതിന്റെ പരസ്യം അന്നേ കൊടുത്തിരുന്നതായും ആശാൻ തന്നെ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ ആദ്യ കൃതി പ്രഭാത പ്രാർത്ഥനയും അവസാന കൃതി ദീപാർപ്പണവുമാണ്. ആദ്യ ഭാഗങ്ങളിൽ ചേർത്തിരിക്കുന്ന ചെറുകൃതികളെല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടിയും ഒടുവിലത്തെ ഭാഗം പ്രായമായവരെ ഉദ്ദേശിച്ചുമാണ് ആശാൻ രചിച്ചിരിക്കുന്നത്. പുഷ്പവാടി എന്ന ഈ സമാഹാരം പരിശോധിച്ചാൽ നമ്മളിൽ ഗൃഹാതുരത്വം എന്നും ഉണർത്താൻ കഴിവുള്ള, അതായത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ചെറു രചനയുണ്ട്. അതായത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ അത് കേൾക്കുമ്പോൾ ബാല്യമാണ് വീണ്ടും പുറപ്പെട്ടെത്തുന്നത്. അതായത് സ്കൂളിലെ അസംബ്ലികളിൽ ചൊല്ലുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന സങ്കീർത്തനം എന്ന കൃതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഓർമ്മ പുതുക്കൽ ഞാൻ അതൊന്ന് ചൊല്ലാൻ വലിയ പ്രാഗൽഭ്യമൊന്നും എനിക്കില്ല, എന്നാലും ഞാൻ ചൊല്ലാം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരുകടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുന്നിനെ സൗരഭോൽക്കടനാഭി കൊണ്ടു മൃഗങ്കണക്കനുമേയമായി ദൂരമാകിലും ആത്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. നിത്യനായക നീതിചക്ര അതിന്തിരത്തിരിച്ചിലിനക്ഷമാം സത്യമുൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുക നാവിലും. കൃത്യഭൂവെടിയാതെയും മടിയാതെയും കരകോടിയിൽ പ്രത്യഹം പ്രഥയാർന്ന പാവന കർമ്മശക്തി കളിക്കുക. സാഹസങ്ങൾ തുടർന്നുടൻ സുഖഭാണ്ഡമാശു കവർന്നു പോ ദേഹമാനസദോഷ സന്തതി ദേവദേവ നശിക്കണേ. സ്നേഹമാം കുളിർ പൂനിലാവു പരന്നു സർവവുമേകമായി മോഹമാം ഇരുൾ നീങ്ങി നിന്റെ മഹത്വം ഉള്ളിൽ വിളങ്ങണേ.
ധർമ്മമാം വഴി തന്നിൽ വന്നണയുന്ന വൈരി കളഞ്ചവേ നിർമ്മല ദ്യുതിയാർന്ന നിശ്ചയ ഖഡ്ഗമേന്തി നടന്നുടൻ കർമ്മസീമ കടന്നു പോയി കളിയാടുവാനരുളേണമേ ശർമ്മവാരിധിയിൽ കൃപാകര ശാന്തിയാം മണി നൗകയിൽ. ഇത് 1919 ഒക്ടോബറിലാണ് കുമാരനാശാൻ രചിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കവിതാ സമാഹാരത്തിൽ തന്നെയുള്ള മറ്റൊന്നാണ് പൂക്കുന്നിലാമുല്ല പൂക്കുന്നിലങ്ങി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എന്ന കവിത. പിന്നെ ബാലസാഹിത്യ ശാഖയിൽപ്പെടുന്ന ഈവല്ലിയിൽ നിന്ന് ചെമ്മേ എന്ന് തുടങ്ങുന്ന ഒരു കവിത എല്ലാവർക്കും അറിയാമല്ലോ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെ ഉള്ളത്. അത് ബാലകവിതയായാണ് ആശാൻ തുടങ്ങിയിരിക്കുന്നതെങ്കിലും ഗംഭീരമായ ആശയം കൊണ്ടാണ് ആശാൻ അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ആശാന്റെ സമകാലീന ഉള്ളൂരിനെ കൂടെ ഒന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഉള്ളൂരിന്റെ ഒരു ബാലസാഹിത്യ ഗണത്തിൽപ്പെട്ട ഒരു കവിതയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാ കുട്ടികളുടെയും നമ്മളുടെ എല്ലാ തലമുറയിലും കുട്ടികളുടെയും ഹൃദയങ്ങളിലൂടെ കടന്നുപോയി അവിടെ ഇടം പഠിച്ച ഒരു കവിതയുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. കാക്കേ കാക്കേ കൂടെ വിടെ, അല്ലെ? കുഞ്ഞുങ്ങളെ ഊട്ടാനായിട്ട് അമ്മമാര് എപ്പോഴും പാടുന്ന ഒരു ചെറു കവിതയാണ്. അത് രചിച്ചത് ഈ മഹാനായ ഈ പ്രൗഢഗംഭീരനായ ഉള്ളൂരാണെന്ന് സ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാവരുടെ ഉള്ളിലും ആ ശൈശവം ബാല്യം എല്ലാം എന്നും പച്ചപ്പോട് നിന്നിട്ടുണ്ടാവും. ഇന്നും അങ്ങനെ തന്നെയാണ്. കൂടാതെ പരിഭാഷകൾ, വിലാപകാവ്യം, ഭാഷാ നാടകങ്ങൾ തുടങ്ങിയവയും ഖണ്ഡകാവ്യങ്ങൾ കൂടാതെ ആശാന്റേതായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ദീപാർപ്പണത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ കാണാം, പല്ലനയാറ്റിലേക്ക് ആണ്ടുപോയ ആശാൻ തലമുറകളിലേക്ക് പൊന്തി വരുന്നത്. ഓരോ തലമുറകളിലും ആശാൻ ജീവിച്ചു വരുവാണ്. ആശാന്റെ അത്യുത്കൃഷ്ടങ്ങളായ കൃതികളും തദ്വാര അദ്ദേഹം ആർജിച്ചിട്ടുള്ള യശസ്സും കേരളം കൽപ്പാന്തകാലത്തിൽ സമുദ്രഗ്രസ്തയാകും വരെ, സമുദ്രം വിഴുങ്ങും വരെ നിലനിൽക്കുമെന്നാണ് മഹാകവി ഉള്ളൂർ അഭിപ്രായപ്പെട്ടിരുന്നത്. കൽപ്പാന്തകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രളയകാലം. അത് നാശത്തിന്റെ കാലമാണ്. സന്ധ്യയ്ക്ക് ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കുണ്ട് എഴുതി വെച്ചിട്ട് പോയ ഒരു കൃതിയാണ് ദീപാർപ്പണം. വാക്കിന്റെ അർത്ഥം തന്നെ ദീപം കൊടുക്കുക, ദീപം അർപ്പിക്കുക എന്നാണ്. ഇനി ആർക്കാണ് ദീപം കൊടുക്കേണ്ടത്? ഒരേ ഒരു ഉത്തരമേ അവിടെ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈശ്വരന് അല്ലെങ്കിൽ ദൈവത്തിന്. ദൈവം അല്ലേ? ദിവ് എന്ന ഒരു ധാതുവിൽ നിന്നാണ് ദൈവം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ധാതു എന്ന് പറയുന്ന റൂട്ട്, അതിന്റെ ഒരു പേര്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇതുണ്ടായിരിക്കുന്നത്. ദിവ് എന്നാൽ പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. ദൈവം എന്നാൽ പ്രകാശം. ദൈവം പ്രകാശ സ്വരൂപനാണ്, അല്ലെ? ഈശ്വരനാണ് സത്യവും ജ്ഞാനവും ആനന്ദവും. അപ്പോൾ ഉണ്ടായി വന്നതെല്ലാം കാലക്രമേണ പോകും. ദൈവം വന്നതല്ല, അതിനാൽ പോവുകയുമില്ല. അപ്പോൾ കാലാതീതമായ നാശമില്ലാത്ത ഒന്നുണ്ട്, അതാണ് ഈശ്വരൻ. ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ എല്ലാ കാലത്തിലും നശിക്കാത്തത്, അതാണ് സത്യം എന്ന് ശങ്കരാചാര്യരും പറയുകയുണ്ടായി. ഒന്നുറക്കെ പറയാം നമുക്ക്, സത്യമാണ് ദൈവം. അപ്പോൾ ദീപം കൊളുത്തേണ്ടത് ആർക്കാണ്? സാക്ഷാൽ ഈശ്വരന്, അതായത് ഗുരുവിന്. സ്നേഹസ്വരൂപനായ ഈശ്വരന്റെ ചൈതന്യമാണ് പ്രപഞ്ചത്തിലെ നിസാര വസ്തുവിൽ പോലും കുടികൊള്ളുന്നത്. അപ്പോൾ നമ്മൾ സദാ എല്ലായ്പ്പോഴും ഈശ്വരനിലാണ് മനസ്സ് വയ്ക്കേണ്ടത്. അങ്ങനെയുള്ള ഈശ്വരന്റെ, ഗുരുവിന്റെ മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് തലമുറകൾക്ക്
ആശാൻ എഴുതി വെച്ച് തന്നിട്ട് പോയതാണ് ദീപാർപ്പണം. നമ്മുടെ കവി എത്ര ക്രാന്തദർശിയാണല്ലേ. ദീർഘവീക്ഷണം, കവിയുടെ ദീർഘവീക്ഷണമാണ് ഇവിടെ കാണുന്നത്. അഗ്നിയെ നമ്മൾ ഈ ദീപാർപ്പണം പഠിക്കുന്ന ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദീപാർപ്പണത്തിൽ കുറെ വാക്കുകളുണ്ട്. എല്ലാം ഗംഭീരമായ പദങ്ങളാണ്. നമ്മൾ പറഞ്ഞാലൊന്നും തീരില്ല. നമ്മുടെ അറിവിലും ഒക്കെ ഒരുപാട് അനന്തമായിട്ടുള്ളതാണ്. എന്നാലും കുറച്ചൊക്കെ നമുക്കൊന്ന് അതും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി നമ്മുടെ എന്താണ് ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഗ്നിയെ ഈശ്വരന്റെ പ്രതീകമായാണ് കാണുന്നത്. ബ്രഹ്മാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അഗ്നിദേവനാണ്. അഗ്നിദേവൻ അഷ്ടദിക്പാലകൻ കൂടിയാണ്. അതായത് തെക്ക് കിഴക്ക് ദിക്കിന്റെ അധിപനാണ് അഗ്നിദേവൻ. പ്രത്യക്ഷമായ ബ്രഹ്മത്തിന്റെ പ്രതീകമായാണ് അഗ്നിയെ നാം കാണുന്നത്. അതുകൊണ്ടാണ് ഏത് മംഗളകാര്യങ്ങൾക്കും ബ്രഹ്മത്തിന്റെ പ്രതീകമായ ദീപം തെളിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഇതെല്ലാം തുടങ്ങുക. ഗുരുവിനെ എപ്പോഴും നമുക്ക് സ്മരിക്കാം. ഗുരുവും ആശാനും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആശാന് 17 വയസ്സുള്ളപ്പോഴാണ് ഗുരുവുമായി കണ്ടുമുട്ടുന്നത്. ഗുരു കൽപ്പവൃക്ഷ സമാനനാണ് എൻ്റെ ഗുരു എന്നാണ് ആശാൻ പറഞ്ഞിരുന്നത്. 825 ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ആദിശങ്കരന് ശേഷം കേരളം കണ്ട മഹാഗുരു, ലോകത്തോളം നിറഞ്ഞു നിന്ന മഹാഗുരു, അതാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന് സമസ്യാപൂരണത്തിനായി ആശാനോട് ഗുരുവും. ആശാൻ അതെങ്ങനെ പൂരിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം. കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ. ഗുരുവിന് തൃപ്തിയായി. അവർ തമ്മിലുള്ള ആത്മബന്ധം അവിടെ തുടങ്ങുകയായി. ദൈവം, മനുഷ്യൻ, സാഹിത്യം ഇവയെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന നായകൻ അതായിരുന്നു നമുക്ക് കുമാരനാശാൻ. നമ്മൾ 2 നേരം ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു വന്നവരാണ്. ഞാൻ എന്തുകൊണ്ടാണ് വന്നവരാണ് എന്ന് പറഞ്ഞത്? പല സാഹചര്യങ്ങളാലും ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ 2 നേരം വിളക്ക് വയ്ക്കുന്ന എപ്പോഴൊക്കെയാണ്? ബ്രാഹ്മ മുഹൂർത്തം, ബ്രഹ്മാവിന്റെ മുഹൂർത്തം, അതാണ് ബ്രാഹ്മ മുഹൂർത്തം. രണ്ടാമത്തത് ഗോധൂളി മുഹൂർത്തം, ഗോധൂളി മുഹൂർത്തം, അത് വിഷ്ണുവിന്റെ മുഹൂർത്തമാണ്. ഈ ഗോധൂളി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഗോ എന്ന് പറഞ്ഞാൽ അറിയാലോ, പശു. ധൂളി, പൊടിപടലം എന്നൊക്കെ പറയും. അപ്പൊ ഈ പശുക്കൾ രാവിലെ, ഇന്നത്തെ കാലമല്ല പണ്ട്, രാവിലെ മേയാൻ അഴിച്ചു വിട്ടാൽ സന്ധ്യക്കല്ലേ, സന്ധ്യാകാറാവുമ്പോഴത്തേക്ക് വെയിലൊക്കെ മങ്ങി ഇരുട്ട് വരുന്നതിന് മുന്നേ അത് വീട്ടിൽ വരും. അതിന്റെ ഒരു കുളമ്പ് അടിച്ചിങ്ങനെ വരുമ്പോൾ പൊടിപടലം ഉയരും. അതുകൊണ്ടാണ് ഗോധൂളി എന്ന് പറയുന്നത്. അത് വളരെ ശുഭകരമായ ഒരു മുഹൂർത്തമായിട്ടാണ് ഈ ഗോധൂളി മുഹൂർത്തത്തെ കാണുന്നത്. ഇന്ന് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് 2 നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സമയക്കുറവുണ്ട്, പല പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും കുറച്ചു പേരെങ്കിലും ആ ആചാരാനുഷ്ഠാനം മുടക്കമില്ലാതെ നടത്തി വരുന്നുണ്ട്. ഇവിടെ ഞാൻ ആചാരമെന്നും അനുഷ്ഠാനമെന്നും 2 വാക്ക് പറഞ്ഞു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നറിയണ്ടേ? 3 തലമുറകൾ ഒരാചാരത്തിലൂടെ കടന്നു പോയാൽ അത് അനുഷ്ഠാനമായി മാറും. അതാണ് വ്യത്യാസം. സാധാരണ വിളക്ക് വയ്ക്കുന്നത് പുലർക്കാല സന്ധ്യയിലും, ഞാൻ നേരത്തെ പറഞ്ഞ സായം സന്ധ്യയിലുമാണ്. എന്നാൽ ഒരു ദിവസം എത്ര സന്ധ്യ ഉണ്ടെന്നറിയാമോ? 4 സന്ധ്യ. ഒരു ദിവസം കടന്നു പോകുന്നത് 4 സന്ധ്യകളിലൂടെയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, അർദ്ധരാത്രി സന്ധ്യ. ഇതിന് വേറൊരു പേരുണ്ട്, മഹാസന്ധ്യ എന്ന് മറ്റൊരു പേര് കൂടി അർദ്ധരാത്രി സന്ധ്യക്കുണ്ട്. ഇത് ഒരു
നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ധ്രുവ പ്രതിഭാസമാണ്. നമുക്ക് 12 മണിക്ക് സൂര്യനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, നമ്മുടെ പൂർവികർ കണ്ട് പറഞ്ഞിട്ടുമില്ല, അല്ലെ? അപ്പൊ ഇതൊരു ധ്രുവങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മധ്യാഹ്ന സന്ധ്യയിൽ സൂര്യൻ എവിടെ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പകലിൽ ഏറ്റവും മുകളിലെത്തുന്ന സമയമാണ് മധ്യാഹ്ന സന്ധ്യ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സാധാരണ വിളക്ക് കൊളുത്തുന്നത് പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലുമാണെന്ന് പറയുന്നു. അപ്പൊ ഈ പ്രഭാത സന്ധ്യയുടെ പ്രത്യേകത എന്താണ്? ഒരു നീണ്ട രാത്രി കഴിഞ്ഞുള്ള പകലാണ്. നമ്മുടെ ഒരു നീണ്ട ഉറക്കം, ക്ഷീണമൊക്കെ തീർത്ത ഒരു ഉറക്കം, അതൊരു ചെറിയ മരണമാണെന്നും പറയാറുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അവസാനം നിതാന്തമായ ആ ഒരു ശാശ്വതമായ ഒരു അന്ത്യം നമുക്കൊക്കെ ഉണ്ടല്ലോ, നിതാന്തമായ ഒരു ഉറക്കത്തിൽ ലയിക്കുന്ന. അതിനു മുമ്പേ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ മരണങ്ങളിലൂടെയും ജീവിതങ്ങളിലൂടെയും ദൈനം പ്രതി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു തത്വം. അപ്പൊ നമ്മൾ ഈ 2 സമയത്താണ് പ്രധാനമായിട്ട് ദീപം കൊളുത്തുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ മഹാസന്ധ്യ ഉണ്ടല്ലോ, അർദ്ധരാത്രി സന്ധ്യ, അവിടെയും ദീപം കൊളുത്തുന്ന ചില ഏർപ്പാടുകളുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഒന്ന് ഓർത്താൽ എല്ലാവർക്കും കിട്ടും. അതായത് ഈ മന്ത്രവാദികളൊക്കെ ഭദ്രകാളിക്കെല്ലാം ചില ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ. എന്താണ്, ചില പ്രീതി വരുത്താൻ വേണ്ടി ചില സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രി കൂകല്, വിളി, കുരവേടിയില് അങ്ങനത്തെ പരിപാടികളൊക്കെ പണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ജീവിത രീതി അതായതുകൊണ്ട് ഇപ്പൊ അതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം ഇതിലേറ്റവും പ്രാധാന്യം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് സായം സന്ധ്യയ്ക്ക് തന്നെയാണ്. അപ്പൊ വിളക്ക് കൊളുത്തേണ്ടത് ഒന്നുകിൽ സൂര്യപ്രകാശം പ്രകൃതിയിൽ പൂർണ്ണമായും പരക്കുന്നതിന് മുൻപ്. എന്ന് പറഞ്ഞാൽ വെയിലൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ട് രാവിലത്തെ വിളക്ക് കൊളുത്തിയിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ അത് വൈകുന്നേരമാണെങ്കിൽ സന്ധ്യ രാത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ്. ആ ഒരു അരണ്ട വെളിച്ചത്തിൽ നല്ല ഇരുട്ടായിട്ടും നമ്മൾ ദീപം തെളിക്കാൻ പാടില്ല. അപ്പൊ ഈ സന്ധ്യാസമയത്തും രാവിലെ നോക്കിയാലും നമുക്ക് അന്തരീക്ഷത്തിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഭാസങ്ങൾ, നിറങ്ങളും പല പല രൂപങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യമാകും. കുറെ നേരം നോക്കിയെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ വളരെ സന്തോഷം ഒക്കെ ഉണ്ട്, ആനന്ദം ഉണ്ട് ഒക്കെ ആണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി പോകും, ഒരുപാട് സങ്കീർണതകളിലോട്ട് പോകും. അപ്പം ഈ ഓരോ സന്ധ്യയും വ്യത്യസ്തമായ മനോഹാരിതയാണല്ലോ ഓരോ സന്ധ്യയ്ക്കും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ സന്ധ്യകൾക്കും ഉള്ളത്. ഒരു വ്യത്യസ്തമായ കലാവിരുന്നുകളാണ്. നമ്മുടെ ഗുരു ഷൺമുഖ ശതകത്തിൽ സന്ധ്യയെ വർണ്ണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ശ്രീമത് ചെമ്പൻ മുടിക്കൽ തിരുവൊളി ചിന്തും അന്തിച്ചുവപ്പും. ഇതാ വാക്ക് പറഞ്ഞേക്കുന്നേ, അന്തിച്ചുവപ്പ്. ഉച്ചിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ചെമ്പൻ മുടിയിൽ തിരികിയിട്ടുള്ള രത്നക്കല്ലിന്റെ ഭംഗി അല്ലെങ്കിൽ കാന്തിയെ വെല്ലുന്ന അന്തിച്ചുവപ്പ്, അന്തിത്തുടുപ്പ്. ഇവിടെ വേറൊരു വാക്കുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു വാക്കാണ് ഇതിന്. ഈ അന്തിത്തുടുപ്പ്, അന്തിച്ചുവപ്പ് ഇതിന് പറയുന്ന വേറൊരു വാക്കാണ് സന്ധ്യാരാഗം എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ഗുരു സന്ധ്യയെ അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെ പ്രകാശത്തിൽ കുളിപ്പിച്ച് നിർത്തിയ പകലിനെ യാത്രയാക്കുന്ന ഒരു ശ്രേഷ്ഠ കർമ്മമാണ്. സമസ്ത ജന്തു ജീവജാലങ്ങൾക്കും ഊർജം പകർന്ന് കർമ്മോത്സുകരാക്കിയതിനു ശേഷം സൂര്യദേവൻ പോവുകയാണ്. അങ്ങനെയുള്ള ആ സൂര്യദേവനുള്ള ഒരു യാത്രയയപ്പാണത്. എങ്ങോ മറയുന്ന സൂര്യനെ അടുത്ത പ്രഭാതത്തിൽ കാണാമെന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ, നമുക്കൊരു ഉറപ്പുമില്ലല്ലോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുകയെന്ന്. അതിനാൽ സമുചിതമായി തന്നെ യാത്രയയപ്പും നൽകണം. പണ്ട് വിളക്ക് കൊളുത്തി വെച്ച് എല്ലാ ഭവനങ്ങളിലും ആബാലവൃദ്ധവും ഒപ്പമിരുന്ന് ഉറക്കെ നാമം ജപിച്ചും കീർത്തനങ്ങൾ പാടിയും ഒന്നിച്ചിരിക്കുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ വിസ്മൃതിയിൽ ആണ്ടുകഴിഞ്ഞു. പ്രാർത്ഥന എങ്ങനെ വേണമെന്ന് പ്രത്യേകിച്ച് നിബന്ധന ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഉറക്കെ ആവാം, മൗനത്തിലും ആകാം. ഉറക്കെയുള്ള പ്രാർത്ഥനയ്ക്കെന്നാൽ ഗുണങ്ങൾ ഏറെ ഉണ്ട് താനും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്റെ വാക്കെന്താണ്? അർത്ഥന എന്നാണ് അവിടെ വാക്ക്. അപേക്ഷിക്കൽ, യാചിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഈ അർത്ഥനയുടെ മുമ്പിൽ ഒരു പ്രാ ചേർക്കുന്നുണ്ട്. അതൊരു ഉപസർഗമാണ്. ഉപസർഗം എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു അർത്ഥവ്യത്യാസം വരുത്തുന്നതിനും അർത്ഥം കൂടുതൽ വ്യക്തമാക്കുന്നതിനും കൂടുതൽ ഉറപ്പുള്ളതാക്കുന്നതിനും ഒക്കെയാണ് ഈ ഉപസർഗം ചേർക്കുന്നത്. ഇവിടെ കൂടുതൽ അർത്ഥം നല്ല ഉറപ്പോടുകൂടി ഒരർത്ഥം വരുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ധാരാളം പ്രാർത്ഥനാ ഗീതങ്ങളുണ്ട്. എന്നാൽ നോക്കൂ, ആശ്രമത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഗുരു രചിച്ചു കൊടുത്ത ദൈവദശകം ഇത്രയും സാർവജനീനമായ മറ്റൊരു പ്രാർത്ഥനാ ഗീതമുണ്ടോ? സംശയിക്കണം. ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ വാക്കുകളാണ് പ്രാർത്ഥനയിലുള്ളത്. എല്ലാറ്റിനും ഒരു നിയമവും ഉണ്ട്. പ്രപഞ്ചത്തിനും ഈ നിയമമുണ്ടാക്കിയ ഒരു നായകനുമുണ്ട്. വ്യവസ്ഥാ പ്രകാരമല്ലാതെ എപ്പോഴാണോ ഭൂമി ചലിക്കുന്നത് അപ്പോഴല്ലേ ഭൂമി കുലുക്കം ഉണ്ടാകുക. അപ്പോൾ അവിടെയും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച നായകനാണ് ഈശ്വരൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലോചിക്കും തോറും സങ്കീർണതകളിൽ നിന്ന് കൂടുതൽ സങ്കീർണതകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും ഈശ്വരനും പ്രപഞ്ചവും. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചാൽ മാർഗത്തിലുള്ള ഒരു പ്രധാന വിഷയമാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയാണ്, അല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ ചെന്ന് നിൽക്കുക എവിടെയാണ്? കുറെ ആവശ്യങ്ങളിലാണ്. ഓരോ ദിവസത്തെയും നമ്മളെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നടപ്പിലാക്കുന്ന ദൈവമുണ്ടല്ലോ, ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ് നടപ്പിലാക്കുക, അല്ലേ? ദൈവം എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്ലാനിങ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഒരു തമിഴ് സംഗീതജ്ഞൻ, പേരോർക്കുന്നില്ല, ഇങ്ങനെ പറയുന്നുണ്ട്: ചാരി ഇരുന്ന് നാമം ജപിച്ചാൽ ഈശ്വരൻ അരികെ വന്നിരിക്കുമെന്നും ഇരുന്ന് നാമം ജപിച്ചാൽ ഈശ്വരൻ അടുത്തു വന്ന് നിൽക്കുമെന്നും നിന്നുകൊണ്ട് നാമം ജപിച്ചാൽ ചുറ്റും വന്ന് നൃത്തം വെക്കുമെന്നും നൃത്തം വെച്ചുകൊണ്ട് നാമം ജപിച്ചാൽ ഈശ്വരൻ ഉള്ളിൽ കയറി ഇരിക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇതാവാം ഉത്തരേന്ത്യക്കാർ അവരുടെ ഭജൻസ് ഒക്കെ നടത്തുന്നത് നൃത്തം ചെയ്തുകൊണ്ടാണ്. അവരേത് മംഗള കാര്യത്തിനും അവർക്ക് നൃത്തമുണ്ട്, അല്ലേ? ഇനി നിലവിളക്ക്, ഇവിടെ ദീപാർപ്പണം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന ഒരു കൺസെപ്റ്റ് എന്ന് അല്ലെങ്കിൽ ഒരു പ്രധാന എന്താ പറയുന്ന അതിന്റെ കാതലായ ഒരു അംശം എന്ന് പറയുന്ന നിലവിളക്കാണല്ലോ. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഓരോ ഭാഗങ്ങളും നമുക്കെന്നല്ല ചെറിയ കുട്ടികൾക്ക് പോലും സുപരിചിതമാണ്. വിളക്ക് വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭക്തി, ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത വന്ന് നിറയാൻ തുടങ്ങും, അല്ലേ? ഹൃദയത്തിലേക്ക് അങ്ങനെ അത് ആഴ്ന്നിറങ്ങലാണ്. പിന്നെ എല്ലാവർക്കും തോന്നാറില്ലേ അത്? നിലവിളക്ക് നമുക്കറിയാം, നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് പൂവെല്ലാം വെച്ച് കെട്ടിയല്ലേ നമ്മൾ വിളക്ക് കൊളുത്തുക. നിറയെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് അങ്ങനെയല്ലേ വിളക്ക് കൊളുത്തുക. ഈ നിലവിളക്കിന് 3 ഭാഗങ്ങളുണ്ട്. ഓരോന്നും ഓരോ ദേവന്മാരുടെ പ്രതീകമാണ്. നോക്കാം അതാരൊക്കെയാണെന്ന്. അടിഭാഗം ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ എല്ലാവർക്കും അറിയാം. സരസ്വതി ദേവിയുടെ ഭർത്താവാണ്. ജ്ഞാനത്തിന്റെ ദേവനാണ്. സൃഷ്ടികർത്താവാണ്. 4 വേദങ്ങളും ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വന്നതത്രേ. വേദം എന്നാൽ അറിവ്, അല്ലേ? അപ്പൊ 4 വേദങ്ങൾ അഥവാ ചതുർവേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതാണല്ലോ ചതുർവേദങ്ങൾ. ഇവ അടങ്ങിയ ഒരു താളിയോലൊക്കെട്ട് ബ്രഹ്മാവിന്റെ ഒരു കയ്യിലുണ്ട്. ത്രിമൂർത്തികൾ ത്രികാലത്തെ പ്രതിനിധീകരിക്കുന്നു.
പണ്ടൊക്കെ ബ്രഹ്മാവിന് ക്ഷേത്രാരാധന കിട്ടിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് കിട്ടുന്നില്ല, അല്ലേ? നമ്മൾ ആരെങ്കിലും ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ബ്രഹ്മാവ് ഭൂതകാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ബ്രഹ്മാവിന് ചില ഒരു മെയിനായിട്ടൊരു പ്രശ്നം, ഒരു ആക്ഷേപം, തീരാത്തൊരു ആക്ഷേപം, ഒരു കളങ്കവും ഒക്കെ ബ്രഹ്മാവിന് പറ്റിയിട്ടുണ്ട്. അതായത് എല്ലാ സൃഷ്ടിയും നടത്തുന്ന ബ്രഹ്മാവല്ലേ. അപ്പൊ സരസ്വതിയെ സൃഷ്ടിച്ചാരാണ്? ബ്രഹ്മാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആരാണ്? ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു ഭാര്യയാണ് എന്നുള്ള ഒരു ആക്ഷേപം ബ്രഹ്മാവിന് ദേവലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഭൂതകാലത്തെയാണ് ബ്രഹ്മാവ് പ്രതിനിധീകരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ വിളക്ക് കത്തിച്ചു. ഇന്നലെ വിളക്ക് കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഇന്നങ്ങനെ അത്ര ഓർക്കാറില്ല. ഇന്നലെ ഓർത്ത് കാണും, പക്ഷെ ഇന്നങ്ങനെ ഓർക്കാറില്ല. അതേസമയം ഇന്ന് കത്തിക്കുന്ന വിളക്കാണെങ്കിലോ അതെങ്ങനെ കത്തുന്നു, നന്നായി കത്തുന്നുണ്ടോ, അണയുന്നോ, ഇതെല്ലാം നമ്മളെ വളരെ സ്വാധീനിക്കും. അപ്പോൾ ഈ ബ്രഹ്മാവിന്റെ മറ്റൊരിത് പറഞ്ഞാൽ അദ്ദേഹം വിധി നിയന്ത്രിക്കുന്ന ആൾ കൂടിയാണ്, അല്ലെ? വിധാതാവ്. വിധാതാവായിട്ട് കൂടിയാണ് നമ്മൾ ആരാധിക്കാതിരിക്കുന്നത്. എന്നാൽ അത് ഈ മഹാവിഷ്ണുവിനും ശിവനും കിട്ടുന്ന ആരാധന അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അതാണ് പറഞ്ഞു വന്നത്. ബ്രഹ്മാവും സരസ്വതിയും പ്രപഞ്ച ദമ്പതികളാണ്. ഇനി വിളക്കിന്റെ അടുത്ത ഭാഗത്തേക്ക് വന്നാൽ ദണ്ഡ്. മഹാവിഷ്ണുവിനെയും മഹാവിഷ്ണുവിനെയാണ് ഈ ദണ്ഡ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗം ബാക്കിയുണ്ട്, അത് പരമശിവനെയും. ഇത് കണ്ടാൽ ഒരു ലോഹ സാധനം, എന്നാൽ ഇത് കണ്ടാൽ ത്രിമൂർത്തികളെ അല്ലെങ്കിൽ ത്രികാലത്തെ സൂചിപ്പിക്കുന്നതാണെന്നുള്ളത് ഒരു അത്ഭുതമല്ലേ? ഇതുപോലെ ഇനിയും ഉണ്ട് ത്രിമൂർത്തികൾ. ആരൊക്കെയാണ്? സരസ്വതി, ലക്ഷ്മി, പാർവതിമാർ. അവരും ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ ഭർത്താക്കന്മാരെടുത്ത് തന്നെ അവരുണ്ട്. ദീപനാളം ലക്ഷ്മിയെയും പ്രകാശം സരസ്വതിയെയും നാളത്തിലെ ചൂട് പാർവതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. വിളക്ക് പാലിക്കേണ്ട രീതിയിൽ പാലിച്ചാൽ ഒരു സർവ ഐശ്വര്യദായകമായ ഒന്നാണ്. നമുക്ക് വിളക്ക് കത്തിക്കാൻ തിരി വേണ്ടി, ആ തിരിയുടെ എണ്ണത്തിലുണ്ട് ചില കാര്യങ്ങൾ. ഒരു തിരിയിട്ട് കത്തിച്ചാൽ ആ വീട്ടിൽ മഹാവ്യാധി പിടിപെടുമെന്നും, രണ്ടാണെങ്കിൽ ധനാഭിവൃദ്ധിയാണെന്നും, 3 കുടുംബാംഗങ്ങളിൽ മ്ലാനതയും അലസതയും ഉണ്ടാക്കുമെന്നും, 4 ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നും, 5 സർവ ഐശ്വര്യങ്ങളും ഉണ്ടാക്കുമെന്നും, 7 അതുപോലെ തന്നെയാണ് എന്നുമാണ് പറയുന്നത്. കിഴക്ക്, പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലായി 2 തിരിയിട്ട് വേണം എന്നും വിളക്ക് കത്തിക്കേണ്ടത് എന്ന് ആചാര്യമതം. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ? വിളക്ക് കൊളുത്തി ആ കർമ്മം കഴിഞ്ഞു. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ തീർന്നല്ലോ, വിളക്ക് കത്തിച്ചു, ഓക്കെ. പിന്നെ എപ്പോഴെങ്കിലും ഓടി വരും. എന്തിനാണ്? വിളക്ക് അണഞ്ഞു പോയോ എന്ന് നോക്കാൻ. അപ്പോഴേക്കും എണ്ണ വറ്റി കരിന്തിരിയായി വിളക്ക് കരി പിടിച്ച് ഇരുൾ മൂടിയിരിക്കും. വിളക്ക് കത്തിക്കുന്ന എന്തിനാണ്? ഇരുൾ മാറ്റി നമുക്ക് വെളിച്ചം ഉണ്ടാകണം, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണം. അപ്പോൾ അത് പാടില്ല. അത് വിപരീത ഫലം ഉണ്ടാക്കും. 1 മണിക്കൂറെങ്കിലും ദീപം ജ്വലിപ്പിച്ചിട്ട് അണച്ചു വയ്ക്കാം. ഊതിയോ കൈകൊണ്ടടിച്ചോ ഒന്നും അണയ്ക്കാനും പാടില്ല. തിരി എണ്ണയിലേക്ക് വലിച്ച് അണയ്ക്കാം. മനഃശാന്തി കിട്ടാൻ പറ്റിയ ഒരു മാർഗമാണ് എന്താണ്? ദീപം കൊളുത്തൽ, ഈ വിളക്ക് കൊളുത്തൽ. അതുകൊണ്ടൊക്കെ ആകും തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ ഒരു തീരദേശ പട്ടണമായ വാടാനപ്പള്ളി കാരമുക്കിൽ ഗുരുദേവൻ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. എന്താണ് പ്രതിഷ്ഠിച്ചത്? നിലവിളക്ക്. സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ അതൊരു ഓട്ടുവിളക്ക്, അല്ലെ? ഉള്ളിലെ തത്വങ്ങൾ അറിഞ്ഞാൽ നമ്മൾ അന്താളിച്ചു പോകും. ഒന്നും കാണാതെ ഒരു പ്രവൃത്തിയും ഗുരുദേവൻ ചെയ്യില്ല, ഒരു വാക്കും ഗുരുദേവൻ ഉരിയാടുകയുമില്ല. അതാണ് നമ്മുടെ ഗുരു. 72 വർഷത്തെ ജീവിതം എങ്ങനെയൊക്കെയാണ് ഗുരു നാം സാർത്ഥകമാക്കിയത്? അതെല്ലാം നമുക്ക് വേണ്ടി തന്നെയായിരുന്നു. ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ നിരീശ്വരവാദികൾ എന്ന് പറയും, അല്ലെ?
അവർക്കുള്ള ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ദൈവദശകം മാത്രം. എന്നാൽ ഈ നിരീശ്വരവാദികളുണ്ടല്ലോ, അവര് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ വലിയ പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ പറയും, ദൈവം ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അവര് ഇങ്ങനെ ഏതെങ്കിലും സദസ്സിലൊക്കെ കയറി നിന്നിട്ട് ആരെങ്കിലും ഒക്കെ ആശംസിക്കും. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ, അല്ലെങ്കിൽ എല്ലാ ആശംസകളും നേരുന്നു എന്നൊക്കെ പറയും. ഈ ആശംസകൾ അവർ നേരും, പക്ഷെ അവർക്ക് അല്ലെങ്കിൽ നന്മ നേരും. ആ നന്മ അവർക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുമോ? അത് വേറെ ആരുടെ ജോലിയാണ്. അവര് നന്മ നേരത്തേ ഉള്ളൂ. അപ്പൊ അവരുടെ ഉള്ളിലും എന്തുണ്ട്? ഈശ്വരനുണ്ട്. അപ്പോൾ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അവരിതൊക്കെ പറയുന്നതെന്ന് ചുരുക്കം. ഇനി ദീപാർപ്പണത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് സൂചന. മറ്റൊരു കാര്യം കൂടി നമ്മൾക്ക് ഓർക്കേണ്ടതായുണ്ട്. വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ മുറ്റത്ത് നെരുപ്പോട് പുകയണം. പണ്ട് കാലം മുതലേ ഉള്ളതാണ് ഒരു അഗ്നിശകലം, അതായത് ഈ നെരുപ്പോട് വയ്ക്കൽ. ദേവനാണല്ലോ അഗ്നി. ബ്രഹ്മാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അഷ്ടദിക്പാലകരിൽ ഒന്ന്. അതായത് അഷ്ടദിക്പാലകർ എന്ന് പറയുമ്പോൾ പ്രധാനമായ 4 ദിക്കുകളും അതിൻ്റെ എല്ലാം മധ്യത്തായി ഓരോ ദിക്കുകളും, അങ്ങനെയാണ് അഷ്ടദിക്കുകൾ വരുന്നത്. അതിൽ തെക്ക് കിഴക്കന്റെ അധിപനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അഗ്നിയുടെ സ്ഥാനം അവിടെയാണ്. ഇനി നെരുപ്പോളിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. മഹാലക്ഷ്മി സന്ധ്യയ്ക്ക് എല്ലാ ഭവനങ്ങളിലും എത്തും എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. വരുമ്പോൾ മൂത്ത സഹോദരി ചേട്ട എന്ന് വിളിക്കുന്ന മൂദേവിയുടെ അകമ്പടിയോടെയാണ് മഹാലക്ഷ്മിയുടെ വരവ്. ഈ സഹോദരിയോട് വളരെ ബഹുമാനമാണ് അനിയത്തിക്ക്. അതുകൊണ്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന അഗ്നി എവിടെയാണ്? നെരുപ്പോടായിരിക്കും. അവിടെ ജ്യേഷ്ഠത്തിയെ ഉപചാരത്തോടെ അങ്ങ് ഇരുത്തും, വളരെ ബഹുമാനത്തോടെ. ഇത് ചേട്ടയ്ക്ക് വളരെ സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ മൂദേവി അങ്ങനെ പുറത്തിരിക്കും. മൂദേവി എന്ന് പറയുമ്പോൾ നമുക്ക് വാക്കിൽ തന്നെ ഉണ്ട് അർത്ഥം, അല്ലെ? നമ്മൾ ചില ആളുകളൊക്കെ മുഖമൊക്കെ വീർപ്പിച്ച് വല്ലാത്ത സ്വഭാവം കാണിക്കുമ്പോൾ ആളൊരു മൂദേവിയാണ് നമ്മൾ പറയാറുമുണ്ട്. അപ്പം ആദ്യ സ്ഥാനലബ്ധിയിൽ തന്നെ സന്തുഷ്ടയായ മൂദേവിയെ അവിടെ ഇരുത്തിയിട്ട് അനുജത്തി എന്ത് ചെയ്യും? ആ ഭവനത്തിലേക്ക് കയറും. അങ്ങനെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ മഹാലക്ഷ്മി വീട്ടിൽ കയറി ഇരിപ്പാകും. ഇതാണ് വിശ്വാസം. ഇതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ദീപം തെളിച്ചു. ഇനി ഞാൻ ദീപാർപ്പണം ഒന്ന് ചൊല്ലാം. ദീപാർപ്പണം. ഭാവബന്ധമോട് സത്യരൂപനാം ദേവ നിൻമഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയയും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ. അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം അല്പതേ ഇരുൾ തുരന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൾപ്പതിച്ചു തിരുമെയ്യിലെത്തണേ. തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലർമാല തന്നിലും ഹേമ വിഗ്രഹമരീചി തേടും ഈ കോമളപ്രഭ തിളങ്ങണേ വിഭൂ. മാറ്റി നിൻമുഖരസം മറച്ചിതിൽ പോറ്റി ഉൾഗരുധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടഴും കാറ്റിലാടരുതിതിൻ ശിഖാഞ്ചലം. ചീർത്തിതിൻ ഒളി തെളിഞ്ഞു പൊങ്ങി നെയ്വാർത്തിടായിലോ എരിഞ്ഞു മേൽക്കുമേൽ നേർത്തിരീശ മിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ. ഇതാണ് ദീപാർപ്പണം. ദീപം തെളിച്ചിട്ട് വേണം ഇത് ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ദീപം തെളിയിച്ചു. ഇനി നമുക്കിതിലേക്ക് കടക്കാം. എങ്ങനെയാണ് ദീപം തെളിക്കേണ്ടത് എന്നാണ് ആദ്യ വരികളിൽ പറയുന്നത്.
ഭാവബന്ധമോട് സത്യരൂപനാം ദേവ. അതായത് ഭക്തിയോടുകൂടി ദീപം വെക്കണം. കളങ്കമില്ലാത്ത ഭാവത്തിൽ വേണം ദീപം തെളിക്കേണ്ടത്. എവിടെയാണ് ദീപം തെളിക്കേണ്ടത്? നിൻ മഹിമയാർന്ന കോവിലിൽ. എവിടെയാണോ വിളക്ക് വയ്ക്കുന്നത് അവിടമാണ് കോവിൽ. മഹിമയാർന്ന നിന്നെ പൂജിക്കുന്ന കോവിലിലാണ് നാം വിളക്ക് തെളിക്കുന്നത്. അത് ക്ഷേത്രമാവാം, വീട്ടിലെ പൂജാമുറിയാകാം, ഒരു പീഠമാകാം, അങ്ങനെ എന്തുമാകാം. ഇനി പാവനപ്രഭയെഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ. എങ്ങനെ തെളിക്കണം എന്നാണ് പറയുന്നത്? അത്യധികം പരിശുദ്ധമായ ശോഭയുള്ള, വർദ്ധിച്ച ശോഭയുള്ള വിളക്ക് ഇതാ ശ്രദ്ധയോടെ സാവധാനം ഞങ്ങൾ കൊളുത്തിയിരിക്കുന്നു. അല്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം സത്പതേ ഇരുൾ തുരന്നുമെല്ലവേ. കുറച്ചെങ്കിലും അതിന്റെ പ്രഭാമുകുളം, അങ്കുരം, മുകുളം അല്ലയോ സത്പതേ. സത്പതേ എന്ന് പറഞ്ഞാൽ എന്താണ്? സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ളവനെ ഈശ്വര. മെല്ലെ ഇരുട്ടിനെ തുരന്ന് ശില്പരമ്യ പദപീഠ പൂവിൽ നിന്ന് ഉത്പതിച്ചു തിരുമൊയ്യിലെത്തണേ. പീഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ പാദം വെക്കുന്ന ഇടം. ആ പീഠം എങ്ങനെയുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശില്പരമ്യ പദപീഠ പൂവ്. ശില്പങ്ങൾ കൊത്തി മനോഹരമാക്കി, അല്ലെങ്കിൽ ശില്പങ്ങൾ കൊത്തി അലങ്കരിച്ചിട്ടുള്ള, കമനീയമാക്കിയിട്ടുള്ള ആ പൂവിൽ നിന്ന്, ആ പ്രദേശത്തിൽ നിന്നും, ഭഗവാന്റെ പാദത്തിന് താഴെയാണ് നമ്മൾ വിളക്ക് തെളിക്കുക, അല്ലെ? അതെ, ആ പീഠം വയ്ക്കുന്ന ഇടം, പ്രദേശം, അവിടെ നിന്നും ആ പ്രഭ മേലോട്ട് പൊങ്ങി ഉത്പതിച്ചു തിരുമുന്നിലെത്തണേ, തിരുമെയ്യിലെത്തണേ. ഉത്പതിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? മേലോട്ട് പൊങ്ങി തിരുമെയ്യിലെത്തണേ, അങ്ങയുടെ ശരീരത്തിൽ എത്തണേ, അങ്ങയുടെ ദേഹത്ത് പതിക്കണേ. തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും ഹേമ വിഗ്രഹമരീചി തേടുമീ കോമളപ്രഭ തിളങ്ങണേ വിഭോ. തേമയാർന്ന, ആദ്യത്തെ വാക്ക് നോക്കൂ, ഉറപ്പുള്ള. മണിഭൂഷണം, മണിഭൂഷണത്തിലും രക്തം കൊണ്ടുള്ള ആഭരണത്തിലും. പിന്നും പറയുന്നു തൂ മനോജ്ഞ. തൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുത്ത, മനോജ്ഞമായ, മനോഹരമായ മലർമാല, പൂമാല, അല്ലെ? അതായത് ഈ വെളുത്ത മനോഹരമായ പൂമാല എന്ന് പറയുമ്പോൾ പിച്ചകമാല. ശോഭ തേടുന്ന, ഈ പിച്ചകമാലയിലും ശോഭ തേടുന്ന സ്വർണവർണ്ണത്തിലുള്ള ശരീരത്തിൽ ഹേമ വിഗ്രഹ എന്ന് പറഞ്ഞാൽ അതാണ് സ്വർണവർണ്ണത്തിലുള്ള വിഗ്രഹം, ശരീരം. ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം. ഈ മനോഹരമായ പ്രഭ, അല്ലെങ്കിൽ വെളിച്ചം, അല്ലെങ്കിൽ തേജസ്, അങ്ങനെ തിളങ്ങണേ വിഭോ. വിഭോ എന്ന് പറഞ്ഞാൽ ദേവ, അങ്ങയുടെ ദേഹത്ത് ഇത് പതിച്ച് മനോഹരമായ സ്വർണവർണ്ണത്തിലുള്ള ശരീരത്തിൽ ഈ മനോഹരമായ പ്രഭ ഇങ്ങനെ പതിച്ച് വിളങ്ങണേ, തിളങ്ങണേ ദേവ എന്നാണ് പറയുന്നത്. നോക്കാം. മാറ്റി നിൻ മുഖരസം മറച്ചിതിൽ പോറ്റി ഉൾകരുത് ധൂമരേഖകൾ. ആ മുഖം കാണുമ്പോൾ ഭക്തരിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അത് പുകച്ചുരുൾ എന്ന് പറഞ്ഞ എന്താണ്? കരിന്തിരി. കരിന്തിരി കത്തത്തില്ലേ? കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ വിളക്ക് മൊത്തം കറക്കും, അല്ലെ? പോറ്റി, പോറ്റി എന്ന് പറഞ്ഞാൽ പോറ്റുന്നവനെ. അതിൽ പുൽകരുതേ, അതിൽ ആലിംഗനം ചെയ്യരുതേ. അങ്ങനെ ആ ആനന്ദത്തെ, ഭക്തനുണ്ടാകുന്ന ആ ആനന്ദത്തെ ഈ കരിന്തിരി അല്ലെങ്കിൽ പുകച്ചുരുളാൽ മറയ്ക്കരുതേ. മാറ്റിയെന്ന മണിവാതിൽ എന്നല്ലേ പറയുന്നത്? അപ്പൊ അവിടെ എന്താ പറയുന്നേ? മാറ്റി എന്നാന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റോടു കൂടിയ. മാറ്റി എന്ന മണിവാതിലൂടരും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം. നമുക്കറിയാം, മാറ്റും എന്ന് നമുക്കറിയാം, സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ സ്വർണത്തിന്റെ മാറ്റം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? പത്തര മാറ്റ്, പരിശുദ്ധിയാണത് കാണിക്കുന്നത്.
അപ്പൊ പരിശുദ്ധിയോടുകൂടിയ ആ മണിവാതിലിലൂടെ, മണിവാതിൽ എന്ന ചെറിയ വാതിൽ, നമ്മുടെ വീട്ടിന് വെക്കുന്ന വാതിലും അമ്പലത്തിലെ ശ്രീകോവിലിന്റെ വാതിലും തമ്മിൽ വ്യത്യാസമില്ലേ? കുഞ്ഞു വാതിലാണല്ലോ അവിടെ ഉള്ളത്. അതായത് പോറ്റിയൊക്കെ നല്ല ആചാരവാഹുക്കളായ പോറ്റികളൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചരിഞ്ഞൊക്കെ അല്ലേ ആ വാതിലിലൂടെ അകത്തേക്ക് കയറുക, നമുക്കറിയാം അത്. ആ വാതിലിലൂടെ, അങ്ങനെയുള്ള ചെറിയ വാതിലിലൂടെ കടന്നു വരുന്ന കാറ്റിൽ ഈ ദീപത്തിന്റെ അഗ്രഭാഗം, ശിഖാഞ്ചലം ആ കാറ്റിൽ ആടരുത്, ആടി ഉലയരുതേ എന്നാണ് നമ്മൾ. അങ്ങനെ ആ പ്രകാശനാളത്തിന് യാതൊരു വിധമായ ഉലച്ചിലും തട്ടരുതേ. ചീർത്തിതിനൊളി, ഇതിന്റെ ഒളി, ചീർത്ത് ഇതിൻ ഒളി, ഒളി എന്ന് പറഞ്ഞാൽ എന്താണ്? ശോഭ. തെളിഞ്ഞു പൊങ്ങി, ഇവിടെ ദീപം തെളിഞ്ഞു പൊങ്ങി കത്തണമെന്നാണ്. ചീർക്കുക എന്ന് പറഞ്ഞാൽ വീർത്തു, ദീപം വീർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട് കത്തണമെന്നുള്ളതാണ്. നെയ് വാർത്തിടായിലും എരിഞ്ഞു മേൽക്കുമേൽ. അപ്പൊ നമ്മള് എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കണം. അത് പരിശുദ്ധി, പിന്നെ നമ്മുടെ പൊല്യൂഷൻ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക്, രോഗാണുക്കളെ നശിപ്പിക്കാനും ഒക്കെ ഉതകുന്നതാണ് ഈ നല്ലെണ്ണ, എള്ളിന്റെ എണ്ണ എന്ന് പറയുന്നത്. അത് ഒഴിച്ച് കത്തിക്കണം. അപ്പൊ അതാകാം വെളിച്ചെണ്ണയാകാം, എന്തെണ്ണ ആയാലും നമ്മൾ ഒഴിക്കാൻ ചിലപ്പോൾ മറന്നു പോകും. നിന്നെ കുറിച്ച് ഓർത്തിരുന്ന് ചിലപ്പോഴങ്ങ് മറന്നു പോകും. എന്നാലും വീണ്ടും ഒഴിച്ചില്ലെങ്കിൽ പോലും നന്നായി പ്രകാശിക്കണേ. ഈശ്വരന് അഭിമുഖമായി കണ്ണഞ്ചിപ്പിക്കുന്ന നിന്റെ രൂപത്തിൽ ഒരു നിഴലും വീഴ്ത്തരുതേ. ആ നിഴലിൽ നിന്ന് നീങ്ങി നിൽക്കണേ. നേർത്തി ദീശ മിഴി അഞ്ചിടുന്നതിൻ, നമ്മളെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന, മഞ്ഞളിച്ചു പോകും അല്ലെ? നിൻ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ. അഭിമുഖമായി കണ്ണഞ്ചിപ്പിക്കുന്ന നിന്റെ രൂപത്തിൽ ഒരു നിഴലും വീഴാതെ ആ നിഴലിൽ നിന്ന് നീ മാറി നിൽക്കണേ ഈശ്വര എന്ന പ്രാർത്ഥനയോടെയാണ് ഈ കാവ്യം ഇവിടെ അവസാനിക്കുന്നത്. നമുക്കറിയാം, ഭക്തി അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ. കവിത ആടിമൂടി ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും 5 തിരിയിട്ട ഒരു നിലവിളക്ക് നിങ്ങളുടെയൊക്കെ വീടുകളിൽ കത്തിച്ച് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 5 തിരിയിട്ട നിലവിളക്കിന് ഒരു പേര് പറയും, ഭദ്രദീപം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഭദ്രദീപം കൊളുത്തി എന്നും കൊളുത്താനും അതുവഴി എല്ലാ ഐശ്വര്യങ്ങളും, സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയും. ദീപാർപ്പണം എന്ന ചെറുകാവ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ചങ്ങാതിമാർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ മൂന്നാമതൊരവസരം കൂടി ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തന്ന ഇതിന്റെ സംഘാടകർ, പ്രമുഖയായ മിനി ടീച്ചർക്കും നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. തൃപ്പാദങ്ങൾ ജയിക്കട്ടെ.